എല്ലാവർക്കും സിക്സ് പാക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതിന് ഒരുപാട് ക്രഞ്ചസും ലെഗ് റേസസും ഒക്കെ ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷെ അത് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ചുമ്മാ കണ്ണ ഉണ്ണാന്ന് ഇറങ്ങുന്ന അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഇത് നിങ്ങളുടെ പോയിന്റ് എ, ഇത് നിങ്ങളുടെ പോയിന്റ് ബി. ക്രഞ്ചസ് ചെയ്യുമ്പോൾ എ ടു ബി ആണ് സ്ക്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലെഗ് റേസ് ചെയ്യുമ്പോൾ ബി ടു എ ആണ് സ്ക്യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാൻ നോർമൽ ക്രഞ്ചസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ എ ടു ബി ആണ് സ്ക്യൂസ് ചെയ്യുന്നത്. ഇതറിയാതെ നിങ്ങൾ ക്രഞ്ചസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. തന്നെയല്ല, ക്രഞ്ചസ് ചെയ്യുമ്പോൾ ഫുള്ള് ക്രഞ്ച് ചെയ്ത് മേളിലോട്ട് വരേണ്ട ആവശ്യമില്ല. ഫുള്ള് ക്രഞ്ച് ചെയ്ത് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഹിപ്പ് ഫ്ലെക്ഷൻ ആയിപ്പോ. നമുക്ക് വേണ്ടത് ജസ്റ്റ് സ്പൈനൽ ഫ്ലെക്ഷൻ മാത്രമാണ്. സോ ഇതൊരു കംപ്ലീറ്റ് സ്പൈനൽ ഫ്ലെക്ഷൻ ആണ് ക്രഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർ കാരണവശാൽ ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ബാക്ക് പെയിൻ ഉള്ളവർ മോഡിഫൈഡ് ആയിട്ടുള്ള ക്രഞ്ചസ് ആണ് ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ ബാക്ക് പെയിൻ ഉള്ള ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ ബാക്ക് പെയിൻ കൂടത്തേ ഉള്ളൂ. ഇനി ബാക്ക് പെയിൻ ഇല്ലാത്തവർക്കും ചിലർക്ക് ക്രഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അറ്റംപ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കാലറി ഡെഫിസിറ്റിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സൂപ്പർ ആയിട്ടുള്ള സിക്സ് പാക്ക് ഉണ്ടാവും.